ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു ചിക്കൻ കറീൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പം ഞങ്ങൾ രാവിലെ ചായ കുടിക്കലും ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് പൂക്കോട്ടുംപാടത്തേക്ക് കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പിംഗ് പറഞ്ഞില്ലേ, എന്താ വെച്ചാൽ മക്കൾക്കൊക്കെ സ്കൂൾ തുറക്കാനായില്ലേ, അപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടാണ്ട്. പനിമോക്കും നന്ദൂനും ചെരുപ്പ് വാങ്ങി, അതേപോലെ വെള്ളക്കുപ്പി, ചുറ്റുപാത്രം. സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ മക്കൾക്ക് എന്തൊക്കെയാവും ആവശ്യം എന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെയൊക്കെ ഓരോ തിരക്കിലാവൂലേ. നമുക്ക് സ്കൂൾ തുറക്കാനായ മൊത്തത്തിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്, കുട്ടികൾക്ക് എന്തൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ സാധാരണക്കാരാവുകൊണ്ട് ഒന്നിച്ചങ്ങോട്ട് വാങ്ങാൻ കഴിയൂല കേട്ടോ. അപ്പോൾ കുറച്ച് പൈസ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് വാങ്ങും, പിന്നെ സ്കൂൾ തുറക്കാനാവുമ്പോഴേക്കും മുഴുവനായിട്ടും അങ്ങനെ വാങ്ങും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. അല്ലാതെ നമുക്ക് ചെന്നിട്ട് ഒന്നിച്ചങ്ങോട്ട് വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏട്ടൻ പോയപ്പോൾ, പണിക്ക് പോയപ്പോൾ പൈസയൊക്കെ തന്നിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും അങ്ങനെ അങ്ങാടിക്ക് വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ് കേട്ടോ. അപ്പോൾ അനുമോക്ക് ചെരുപ്പ് എടുത്തിട്ട് എത്രയായിട്ടും ഇഷ്ടപ്പെടണില്ല. പിന്നെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് അതാണ്. നന്ദൂന് പിന്നെ പെട്ടെന്ന് തന്നെ ചെരുപ്പൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കടകളിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മേലെയാണ് നന്ദുവിനുള്ള ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് കുട്ടികളെ ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവർക്ക് വെള്ളം വേണം, ചായ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കടയ്ക്കൊന്ന് കയറി കേട്ടോ. അപ്പം നന്ദും പിന്നെ അനുമോളും ലൈമും പപ്സും, കണ്ണം ചായയും പപ്സും, ഞാൻ ഉള്ളിവടയും ചായയും അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഞങ്ങൾ അങ്ങാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കഴിക്കണ ഒരു പരിപാടി അങ്ങനത്തെ ഒരു പതിവൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ നന്ദും അനുമോളും അങ്ങനെ അങ്ങോട്ട് എപ്പോഴും പോരാത്തല്ലേ, അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി കൊടുത്തതാണ്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ചായയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ അവർക്ക് രണ്ടാക്കും ലൈമ് കുടിക്കാനാണ് പൂതി എന്ന് പറഞ്ഞപ്പോൾ അതാണ് വാങ്ങി കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കടയിലിരുന്ന് ഞങ്ങളങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്തു. കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് മാവേലിക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ മാവേലിയിൽ ഒരു ഇത്തിരി സാധനമൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ പോയി വാങ്ങി. പിന്നെ കണ്ണനും അനുമോക്കും യൂണിഫോം എടുക്കാണ്ടായിരുന്നു, യൂണിഫോമൊക്കെ എടുത്തു. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഇനിയിപ്പോൾ കിട്ടാണ്ട് നമ്മളെ കണ്ണന് ബാഗ് വേണം, അതുപോലെ ഓന് കുട വേണം, നന്ദുവിന് ബാഗ് വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൂടെയും കിട്ടാണ്ട്. അപ്പോൾ അതൊക്കെ ഇനി കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞിട്ട് വാങ്ങാൻ വെച്ചു. അപ്പോൾ ഉള്ള പൈസയും കൊണ്ട് കുറച്ചൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോന്നു കേട്ടോ. അപ്പം നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. ഞങ്ങൾ പോണ സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകൂലായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ചീഞ്ഞ മഴയത്ത് പോകാനൊരു സുഖം ഉണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട്. സത്യത്തിൽ അങ്ങാടിയിലെത്തിയിട്ട് അങ്ങോട്ട് കുടുങ്ങിയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മഴയാകൊണ്ട് ഭയങ്കര ഗതികേടായിരുന്നു. പിന്നെ തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നതാണ്. അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ വേഗം അച്ചയ്ക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കാട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് വാങ്ങിയത് കാണണ്ട അച്ചച്ചാന്ന് പറഞ്ഞിട്ട് അവൾക്ക് കാട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ചെരുപ്പും പിന്നെ ഓൻ്റെ ബോക്സ്, എന്താ പെൻസില്, മൈക്ക ഡബ്ബർ, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കാട്ടി കൊടുക്കുന്നു. സത്യത്തിൽ അനുമോള ചെരുപ്പിന് വലിയ വിലയും കാര്യങ്ങളും ആയിട്ടില്ല കേട്ടോ. നന്ദുവിൻ്റെ ചെരുപ്പിനാണ് ഭയങ്കര വിലയായത്. കുട്ടിയാളേനാണ് കൂടുതലായിട്ടും വില തോന്നണേ. അനുമോള് കുട്ടിയല്ലായിട്ടല്ല കേട്ടോ, പക്ഷെ അതിലും ചെറിയ കുട്ടികളെ ചെരുപ്പിനാണ് കൂടുതൽ വിലയായിട്ട് തോന്നിയത് എനിക്ക്. അപ്പോൾ നെയിം സ്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒന്ന് കളറ് വേണമെന്ന് പറഞ്ഞു, കളറും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി തരൂല എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ തെറ്റി നിൽക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഒപ്പം വന്നാൽ എല്ലേതും കിട്ടും, അമ്മേൻ്റെ ഒപ്പം വന്നാൽ വാങ്ങി തരൂല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനത്തെ കച്ചറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഒപ്പം എന്തെങ്കിലും വാങ്ങാൻ പോവുകയാണെങ്കിൽ ഓൾക്ക് അതാണ് ഇഷ്ടം. എന്താ വെച്ചാൽ ഓല് എന്ത് പറഞ്ഞാലും ഏട്ടനതാണ് വാങ്ങി കൊടുക്കും കേട്ടോ. വിലയും കാര്യങ്ങളൊന്നും നോക്കൂല. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞാൻ ആദ്യം എന്ത് സാധനം എടുത്താലും ഇനിയിപ്പോൾ അത് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിലും അത് വിലയാണ് ആദ്യം നോക്കുക. വിലയ്ക്കനുസരിച്ചല്ല, നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അച്ഛൻ അവിടെ കാട്ടി കൊടുക്കേണ്ട തിരക്കിലൊക്കെയാണ്. അപ്പം നമ്മളെ മരം നാളെ മുറിക്കാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണം അതിൻ്റെ ഇടയ്ക്ക് അബീൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അപ്പോൾ അബീനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ വരുന്നുണ്ട് മഴയത്ത്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഏട്ടൻ വന്നത് നനഞ്ഞ് കുളിച്ചാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ശരിക്കും കോട്ട് കൊണ്ടുപോകാൻ മറന്നിരുന്നു. രാവിലെ ഒരു പണിക്ക് പോയപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കോട്ട് കൊണ്ടുപോകാൻ മറന്നു കേട്ടോ. അല്ലെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അത് പിന്നാലെ കൂടി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, അല്ലാതെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല.
അപ്പം ഇന്ന് വന്നപ്പോൾ ചിക്കനും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെരുമഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നാൻ എല്ലാവർക്കും കുറച്ച് പൂതി കൂടുതലാവുമല്ലോ. പത്തിരിയും ചിക്കൻ കറി അല്ലെങ്കിൽ പിന്നെ കപ്പയും മീനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകുമല്ലോ. അപ്പം അങ്ങനെ ഇന്ന് പണി കഴിഞ്ഞ് വന്നപ്പോൾ അതും വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഇത് വാങ്ങണത്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങൾ എന്താ പറയുക പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് ചിക്കനൊക്കെ വാങ്ങലുള്ളത്. അപ്പോൾ ഇട ദിവസം വാങ്ങണത് അപൂർവമായിട്ടുള്ളൂ. അതന്നെ പറയാതെയാണ് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഏട്ടനും ഇതാക്കണ വന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വന്നിരുന്ന സമയത്ത് ഓൻ്റെ സാധനങ്ങളൊക്കെ കാട്ടി കൊടുക്കുകയാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ കാട്ടി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ എന്നോട് അച്ഛ വരുമ്പോൾ ഞാനല്ലാതെ അമ്മ അത് കാണിച്ചു കൊടുക്കരുത്, ഞാൻ സർപ്രൈസായിട്ട് അങ്ങനെയൊക്കെ പറയട്ടെ, സർപ്രൈസായിട്ട് കാട്ടി കൊടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ഞാൻ കാട്ടി കൊടുത്തൊന്നും ഉണ്ടാതെ എൻ്റെ അടുക്കളയിൽ തന്നെ നിൽക്കണുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ കേൾക്കണുണ്ട്, ഇവിടെ പറയണ കാര്യങ്ങളൊക്കെ കേൾക്കണുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛനും മക്കളും വീണ്ടും അതൊക്കെ എടുത്ത് നോക്കി കാണുകയാണ്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടിയും ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് അതിക്കുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഉച്ചക്കത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ വെള്ളരിക്കയും അതുപോലെ മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെച്ചിരുന്നു, മുരിങ്ങാക്കായൊക്കെ ഇട്ടിട്ട് കറി വെച്ചിരുന്നു. അപ്പം അങ്ങനെ ഉച്ചത്തെ ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും പറയലുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്നോട് പറയുകൊണ്ടു എന്നാൽ പിന്നെ ചോറ് അതിനനുസരിച്ച് വെച്ചാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഒരുപാട് ചോറ് തിളപ്പിച്ച് ഊറ്റാണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ പറയലുണ്ട്. പക്ഷേ എങ്കിൽ പൂതി തോന്നിയാൽ പിന്നെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതാരായിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇന്ന് ചിക്കനും പൊറാട്ടയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മ അതിലേക്ക് ഉള്ളിയൊക്കെ നന്നാക്കി, പിന്നെ ഞാൻ എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും അതേപോലെ പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പെരുംജീരകം പുറത്ത് വെച്ചപ്പോഴേ ഒരു ദിവസം നോക്കുമ്പോൾ നിറച്ച് ഉറക്കുത്തുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതാണ്ട് കളഞ്ഞിട്ട് വേറെ പുതിയത് വാങ്ങിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. അതെന്തേ അങ്ങനെ പറ്റിയതെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അതിലാണ് വെച്ചത്. അപ്പം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് മുന്നേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോക്കിക്ക് ആരും നോക്കണ്ട, ക്ലോക്ക് തെറ്റാണ്, വീണ്ടും ക്ലോക്ക് കേടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 8 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ, 8:30 ആയിട്ടില്ല സമയം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാനായിട്ടുള്ളൂ. അപ്പം അമ്മ ഇവിടെ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു സമയത്ത് ഒന്നാമത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ കത്തിക്കണ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ കുടുങ്ങിയിട്ട് കത്തിക്കുകയാണ് പകലൊക്കെ രാവിലെയൊക്കെ. അപ്പോൾ വൈകുന്നേരം സമയത്ത് പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ചിക്കൻ കറി മാത്രം വെക്കാനുള്ളല്ലോ, അപ്പോൾ അത് ഗ്യാസമ്മ വെക്കാമെന്ന് വിചാരിച്ചു. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ കത്തിച്ചാൽ മുതലാകും, കുഴപ്പമൊന്നുമില്ല. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് വെക്കുകയും ചെയ്യാം, അടുപ്പ് നല്ലോണം ചൂടാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് മാത്രമായിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മഴ പെയ്ത് തണുത്തിട്ട് വിറകൊക്കെ ഭയങ്കര തണുപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ ചോട്ടിൽ കുറച്ച് വിറകൊക്കെ തോനെ കൊണ്ടുവന്ന് വെക്കണം. എന്നാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അതിങ്ങനെ ചൂടാകും. എന്നാലും മഴയത്ത് കത്തിക്കാൻ നല്ല പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇതാ ചിക്കൻ കറി സാധാ കറി തന്നെയാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് പൊറോട്ടയ്ക്ക് കറി വെച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പും പട്ടയും ഏലക്കായി അതുപോലെ ബേ ലീഫില്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവോളയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ അമ്മ ഇവിടെ നാളികേരം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നാളികേരം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം ആ നാളികേരം കടിക്കാനാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും ചതച്ച് വെച്ചല്ലോ അതും കൂടി ഉണ്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ ജീരകം കുറേ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ചിലപ്പോൾ അതെനിക്കൊരു പണിയായിട്ട് തന്നെ തോന്നലുണ്ട്. പിന്നെ അതാ നമ്മൾ ആ ഇഞ്ചീൻ്റെയൊക്കെ പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാനൊരു പാത്രത്തേക്ക് എടുത്തു വെച്ചിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു വെറുതെ നിൽക്കുന്ന സമയത്ത് അതൊക്കെ എടുത്തു വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു പാത്രത്തേക്ക് എല്ലാതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അത്രയും പൊടികൾ ചേർക്കാം. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ഇതാക്കണേ ഒരു 2 തക്കാളി എടുത്തിട്ട് അതരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്കാണ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ആവിയേറ്റെടുത്തു. അപ്പോൾ തന്നെ തക്കാളി ഒന്ന് വാടി വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ അമ്മേൻ്റെ നാളികേരം മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലിട്ട് കൊടുത്തു. ശരിക്കും നാളികേരം നമ്മൾ ആ ഒരു ഉള്ളി മൂപ്പിക്കണ സമയം ഉണ്ടല്ലോ വാട്ടിയെടുക്കണേ, അപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ. ശരിക്കാണെങ്കിൽ എന്നാൽ അതിൽ കടന്ന് വാടിയിട്ട് വേറൊരു ടേസ്റ്റാണ് അതിന്.
പിന്നെ അതാ ഒക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പുവെള്ളമാണ് ചേർത്തത് കേട്ടോ. നമ്മളെ കല്ലുപ്പിൽ വെള്ളം ഒഴിച്ചാണ്. അപ്പം അതുകൊണ്ട് ആ വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ ഗ്യാസുമ്മ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ സമയം വേണം, അതേപോലെ ഗ്യാസ് നല്ലോണം ചിലവാകും എന്നൊക്കെ വിചാരിക്കൂലേ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യലുള്ളത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാണ്ട് ആക്കി വെക്കും കേട്ടോ. അപ്പം പിന്നെ വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നലില്ല. പിന്നെ അടുപ്പത്തേനേക്കാളും എളുപ്പത്തിലായി കിട്ടുമല്ലോ എന്തായാലും ഗ്യാസുമ്മലാവുമ്പോൾ. തീ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നേരിട്ട് അങ്ങനെ കത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ കുക്കറിൽ വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പന്നല്ല കേട്ടോ. ആ ഒരു കറിയിനോട് എനിക്കറിയില്ല, അതിന് വേറൊരു ടേസ്റ്റാണ്. കുറച്ച് സമയം മസാലയിലൊക്കെ കടന്ന് വേകുമ്പോഴാണ് ശരിക്കും എന്തൊരു സംഭവമാണെങ്കിലും അതിന് ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ മമ്പയറും ചെറുപയറും കടലയൊക്കെ എന്ന് പറഞ്ഞാൽ അത് തന്നെ വേവിക്കണം കേട്ടോ, ഇന്നാളുള്ളൂ അത് ശരിയായി കിട്ടുക. അപ്പം ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ടും കുക്കറിൽ വെക്കുക. പിന്നെ നമ്മളെ ഈ ഒരു ചിക്കൻ കറി അതേപോലെ സാമ്പാർ അതൊക്കെ കുക്കറിൽ വെക്കുന്നതിനോട് എന്തോ ഒരു യോജിപ്പ് കുറവാണ്. പിന്നെ സമയത്തിനനുസരിച്ച് കുക്കറിൽ എല്ലാതും ചെയ്യലും ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പം അച്ഛ ഈ സമയത്ത് വന്നിട്ടില്ല കേട്ടോ. കടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 7:30 8 മണിയൊക്കെ ആകാൻ സമയത്താണ് അച്ഛ വീട്ടിലേക്ക് വരിക. അപ്പം അതാക്കണേ ഇവിടെ അങ്ങാടിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ ഓരോ വർത്താനങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കണ വല്ലാത്തൊരു രസമാണല്ലേ. അപ്പം ചിലപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു സഞ്ചാരമാണ്, നമുക്കും അവിടെ പോയി ഇരിക്കണം എന്നുണ്ടാവും. പക്ഷേ എങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. അപ്പം അത് മിക്കവാറും വീട്ടമ്മമാരൊരു ഇതാണ്, പറ്റൂല നമുക്ക്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ വന്നിരിക്കണം, അങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ. എല്ലാവരും അടുക്കളയിൽ കൂടും. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് വർത്താനം പറയലും പണിയെടുക്കലും ഒക്കെ ചെയ്യാമല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് പണി ഒരുങ്ങിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാനും ഇഷ്ടമാണ്, അല്ലാത്ത സമയത്ത് അങ്ങനെ ഇരിക്കുന്നതിനോട് വലിയ യോജിപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി ഒന്ന് വന്ന് തുറന്നു നോക്കിയതാണ്. വളരെ എന്താ പറയുക, തീയെ കുറച്ചിട്ടിട്ടാണ് ഞാൻ അവിടെ പോയിരുന്നത് കേട്ടോ. ഇതിൽ നിന്നൊന്ന് വെള്ളം ഇറങ്ങി വരണമല്ലോ. നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിനനുസരിച്ച് വേണം പിന്നെ കറി എത്ര വേണം എന്നുള്ളത് നോക്കാൻ. അപ്പോൾ പൊറോട്ടയ്ക്കൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് കറി വേണമല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ചാണ്ട് ഒഴിക്കുക വിചാരിച്ചു. പച്ചവെള്ളം ഒരിക്കലും നമ്മൾ തിളച്ച് കഴിഞ്ഞ കറിക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്താണ് അച്ഛ വന്നത് കേട്ടോ. അപ്പം അച്ഛ ഈ ഒരു ചിക്കൻ കൊണ്ടുവന്നതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പം അച്ഛ ഉണക്കമീനും കൊണ്ടാണ് വന്നത്. ഉച്ചയ്ക്ക് കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കറിയും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം വല്ല മീനോ മുട്ടയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോഴല്ലേ ഇതൊക്കെ കിട്ടിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി വന്നു കേട്ടോ. അപ്പം മേല് കഴുകിയിട്ട് ചുരിദാർ ഇട്ടിട്ടാണ് കാണാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അമ്മയ്ക്ക് ഇതൊക്കെ പകലിട്ടൂടെ എന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, രാത്രി ചുരിദാർ ഇടുന്നതും പകല് നൈറ്റ് ഇടുന്നതുമാണ് കൂടുതലും ഇഷ്ടം. എല്ലാവർക്കും തിരിച്ചാവൂലേ. ഈ പണിയെടുക്കാൻ ഏറ്റവും സുഖമുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയാനുള്ളത് നൈറ്റി തന്നെയാണ്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോൾ വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് വൈകുന്നേരം ചുരിദാർ ഇട്ടത്. അപ്പോൾ ഇതാ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് മല്ലിയിലയും അതുപോലെ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം വേവണം കേട്ടോ. എൻ്റെ വീട്ടിലൊന്നാണെങ്കിൽ ഇത്ര അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. ഇവിടെ ഏട്ടന് എപ്പോഴും നല്ലോണം വേവണം, എന്നാലുള്ള ഇഷ്ടം അത് തിന്നാൻ. അപ്പോൾ ഇവിടെ രണ്ടാളും ടേസ്റ്റ് നോക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട മുന്നേയായിട്ട് ഞാനൊരു ഇത്തിരി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ ഒരു ശീലമുണ്ട്, ഒരു ഇത്തിരി എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ അത് നമുക്കൊരു സങ്കല്പമാണ്, കാരണവന്മാർക്കൊക്കെ എടുത്ത് വയ്ക്കുകയാണെന്നുള്ളതാണ് പറയുക കേട്ടോ. അപ്പോൾ കണ്ണനും അനുമോളും ആദ്യം തന്നെ ഓരോ കഷ്ണം ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അത് തണുക്കാനും കാത്തിരിക്കാനും ഒന്നും സമയമില്ല, വേഗം വിളമ്പ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മേശപ്പുറത്തേക്കാണ് കൊണ്ടുവയ്ക്കുകയാണ്. സാധാരണ ഞങ്ങൾ അടുക്കളയിൽ ഇരിക്കും, അങ്ങനെയൊക്കെ തോന്നണോടത്ത് ചിലപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും അടുക്കളയിലിരിക്കും. ചിലപ്പോഴൊക്കെ അങ്ങനെ മേശയം ഇരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മേശയം ഇരിക്കും. അപ്പോൾ അധികം ആർക്കും ഇങ്ങനെ മേശയം ഇരുന്ന് കഴിക്കുന്നതിനോട് വലിയൊരു താല്പര്യമല്ല.
അപ്പോൾ ഇതാക്കണ ചിക്കൻ കറിയൊക്കെ ഞാൻ 2 പാത്രത്തേക്കാണ്ട് എടുത്ത് വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ അതൊന്നും അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ, ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പാത്രത്തിലാണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടയൊക്കെ മേശയമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മളെ കണ്ണനാണ് കേട്ടോ വീഡിയോ എടുത്തു തന്നത്. തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചൊക്കെ എന്തൊക്കെയോ കാട്ടി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അമ്മ എടുക്കും പോലെ നല്ല അടിപൊളിയാക്കി എടുത്തുതരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. ഒരാൾ വീഡിയോ എടുത്തു തരികയാണെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ. ഒരാളെടുത്ത് തരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനും സുഖമാണ്. നേരെ മറിച്ച് നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ഒരുപാട് സമയം വേണം. പക്ഷേങ്കിൽ എപ്പോഴും നമുക്ക് ആരെയും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം എടുക്കേണ്ടി വരും എപ്പോഴും. അപ്പോൾ അതാ അങ്ങനെ എല്ലാവരും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചുവിട്ടു. അപ്പോൾ നമ്മളെ നന്ദുവിന് ഭയങ്കര പൂതി പൊറോട്ട കണ്ടപ്പോൾ. സാധാരണ അങ്ങനെ അങ്ങോട്ട് ഇതിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇന്ന് എന്താണെന്നറിയില്ല, അവന് ഭയങ്കര പൂതിട്ടോ. അപ്പൊ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, ഇന്ന് തിന്നിട്ടല്ലേ നമ്മൾ നാളേക്ക്. പക്ഷെ എങ്കിലും തിന്നണേന്റെ മുന്നേ തന്നെ എനിക്ക് നാളേക്ക് ഒരു പൊറോട്ട എടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തിന്നായിരുന്നിട്ടുള്ളത്. അപ്പോഴും പറയുന്നുണ്ട് അമ്മാക്ക് നാളേക്ക് ഒന്നുകൂടി വേണം കേട്ടോ. അപ്പൊ എല്ലാവരും എടുത്തിട്ട് ബാലൻസ് ഒന്നും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് പറയുന്നത് അതും എനിക്ക് വേണം കേട്ടോ നാളേക്ക്, നിങ്ങൾ ആരും തിന്നല്ലേ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്നറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സ്വഭാവം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓനിങ്ങനെ കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എത്തൂല കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ മുട്ട് കുത്തി നിൽക്കുകയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫോണും വേണ്ട, അതേപോലെ ആരും കൊടുക്കും വേണ്ട, ഒറ്റയ്ക്ക് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. പക്ഷേ എങ്കിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ബിരിയാണി, നെയ്ച്ചോറ്, പൊറാട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഉഷാറാണ് തിന്നാൻ. സാധാരണ നമ്മളെ ചോറും കൂട്ടാൻ നോർമലായിട്ടുള്ള ഫുഡാണെങ്കിൽ ഓൽക്കൊന്നിനും കഴിയൂല കേട്ടോ. നമ്മളിങ്ങോട്ട് കൊടുക്കണോരാണ്ട് കൊടുത്തു കുഴങ്ങാന്നല്ലാതെ തിന്നൂല. അങ്ങനെയാണ്. ഒരു മണിക്കൂറൊക്കെ വേണം ശരിക്കും രാവിലെ ചായയൊക്കെ കുടിക്കാൻ. എനിക്കിങ്ങനെ സ്കൂൾ തുറക്കാനായില്ല, അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ് കേട്ടോ. എപ്പം നീക്കേണ്ടി വരും, എങ്ങനെ കൊടുക്കേണ്ടി വരും. സാധാരണ ഓന് ഈ രാവിലെ തിന്നുമ്പോൾ തന്നെ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെയാണ്. എൻ്റെ 3 മക്കൾക്കും ചെറുപ്പത്തിൽ അങ്ങനെയാണ് കേട്ടോ. നേരത്തെ ഫുഡ് വേണ്ട തന്നെ. ചിലവരുണ്ടല്ലോ നേരത്തെ കഴിക്കുന്നത് പറ്റൂല. ഒരിക്കൊരു 10 മണി ഒക്കെ ആകാൻ സമയത്ത് കൊടുക്കുമ്പോഴാണ് അത് നല്ല രീതിയിൽ തിന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഒരു ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയാണ്. അപ്പം അങ്ങനെ എല്ലാവരും ചോറും പൊറാട്ടയും ഒക്കെ അങ്ങനെ എല്ലാതും കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതാക്കണ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം ഇരുന്നിട്ടാണെന്ന് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കഴിച്ചിട്ടാണ് നീച്ചത് കേട്ടോ. അപ്പോൾ ചോറ് അത്യാവശ്യം എന്താ പറയുക, അച്ഛനും ഏട്ടനും അമ്മയും തിരിച്ച കഴിച്ചിട്ടുണ്ട്, ബാക്കി ആരും കഴിച്ചിട്ടില്ല. അങ്ങനെ ചോറ് ഒരുപാട് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പം അമ്മ അവിടെ മേശയൊക്കെ തുടക്കുകയാണ് കേട്ടോ. ഞാൻ പാത്രം കഴുകാൻ നിൽക്കുകയാണെങ്കിൽ മേശ തുടക്കലും കടിച്ചു വാരലും അതേപോലെ പാത്രങ്ങൾ കഴുകണം എടുത്തേക്കുക അങ്ങനെയുള്ള പണികളൊക്കെയാണ് അമ്മ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനാണ് അതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അമ്മ പാത്രം കഴുകും കേട്ടോ. അങ്ങനെ 2 ആളും കൂടി ഷെയർ ചെയ്തിട്ട് തന്നെയാണ് പണിയെടുക്കലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ണതാക്കണ ക്ലോക്ക് നന്നാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ നാളെ രാവിലെ നമ്മളെ റേഷൻ കടയത്തെ അരിയില്ലേ, ചാക്കരി, അതായത് ചോറ് വെക്കുന്ന അരി, അതുകൊണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇത്രയും ചോറ് ഇരിക്കുന്നുണ്ട് കേട്ടോ. നാളെ ഇനി ഞാൻ എന്തായാലും കുറച്ച് വൈകിയേ ചോറ് വയ്ക്കുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത്രയും ചോറുള്ളത് കൊണ്ട് തന്നെ അതങ്ങോട്ട് തിളപ്പിച്ചു ഊറ്റും. ചിലപ്പോൾ ചോറ് വെക്കാൻ ഒരു സമാധാനക്കേടാണ് കേട്ടോ. തിളപ്പിച്ചു ഊറ്റിയിട്ട് പുതിയ ചോറ് കുറച്ച് വെക്കും വൈകുന്നേരത്തിന് എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ചോറ് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറാണ്. പിന്നെ കളയൊന്നുമില്ല, നല്ല വേവുള്ള അരിൻ്റെ ചോറല്ലേ. അപ്പം കണ്ണതാക്കണേ ഇവിടെ ഈ ഒരു എന്താ പറയുക ക്ലോക്കുമ്പോൾ പണിയെടുത്തോണ്ടേ ഇരിക്കുക. എന്നാളൊരു ദിവസം നന്നാക്കിയപ്പോൾ വേഗം നന്നായിട്ടോ. ഈ ഒരു ക്ലോക്ക് വാങ്ങിയിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏറി വന്ന 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. എന്തേന്നറിയില്ല, വീണ്ടും കേടുന്നു. അപ്പം എൻ്റെ പല്ല് തേക്കലും കയ്യും കാലും കഴുകലും അതൊക്കെ കഴിഞ്ഞു കേട്ടോ. കിടക്കാൻ സമയത്ത് പിന്നെ അങ്ങനെ കുറച്ച് കലാപരിപാടികളുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്ദുവിനെ മൂത്രമൊഴിപ്പിച്ചു, അവൻ്റെ കാലൊക്കെ കഴുകി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അച്ഛനും മക്കളും ഇവിടെ ആദ്യം തന്നെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ മൊബൈലിൽ കളിച്ചിരിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ എല്ലാവരും ഹോബി എന്ന് പറയാനുള്ളത്. വെറുതെ ഒന്ന് 5 മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നത് ഈ ഒരു മൊബൈലിലേക്കാവും കേട്ടോ. പിന്നെ കിടക്കുന്ന സമയത്ത് കിടക്കാൻ നേരത്തെ വേഗം എല്ലാവരും മൊബൈലൊക്കെ എടുത്തേക്കും. അപ്പം നന്ദു ഇതാക്കണേ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇപ്പോഴും മോന് ഉറങ്ങേണ്ട കൂട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിയും ശരിക്കും ഒന്ന് ഉറങ്ങണമെങ്കിൽ. ഉച്ചയ്ക്ക് ഉറങ്ങലും കൂടി ഇല്ല, എന്നാലും ആ ഒരു സമയത്തേ ഉറങ്ങുള്ളൂ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരിടത്തും മഴയൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ പറയുകൊണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മഴ പെയ്ത് ആകെ തണുത്തു എന്ന് പറഞ്ഞില്ല, ചൂടൊക്കെ എവിടേക്കാണ് പോയതെന്ന് തന്നെ അറിയില്ല, അങ്ങനെ അങ്ങോട്ട് തണുത്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്